റമദാനിലെ ഒരു സാന്ത്വനപരമായ രാത്രി. നോമ്പുതുറയ്ക്കായി പലഹാരങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് മാതാപിതാക്കൾ. ഉമ്മ അധികം പൊരിച്ച ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല, പഴങ്ങളും സൂപ്പും വെള്ളവും പോലുള്ള പോഷകമുള്ള ഭക്ഷണമാണ് ആദ്യം കഴിക്കേണ്ടതെന്ന് സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുമ്പോഴും ബ്ലഡ് ഷുഗറിലെ മാറ്റം കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ സ്കൂളിലെ ഷിഫ്ന ഷിഹാബ് എന്ന കുട്ടി പരീക്ഷണമായി ചെയ്തിരിക്കുന്ന വീഡിയോയാണ് ഇത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ ഇങ്ങനെ ചോക്കിങ്ങിനുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ ശാസ്ത്രീയമായി എന്താണ് സംഭവിക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അതേമാതിരി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ തെറിച്ചാണ് പോകും. നമ്മളിങ്ങനെ പ്രസവം എടുക്കുമ്പോൾ അതാകണ്ടില്ലേ തെറിച്ചാണല്ലേ, ആ അവസ്ഥയിൽ നമ്മളെ ഇവിടെ തൊണ്ടയിൽ കെട്ടി വെക്കുമ്പോ ഈ ചെസ്റ്റിനെ ഞെക്കുമ്പോ നമ്മളെ ഉള്ളിൽ എയറും ടൈറ്റ് ആയിട്ട് അതിങ്ങനെ കംപ്രസ് ചെയ്തിട്ട് മോളു ഇത് കൂടാതെ മാഷ് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് വേറെ പഠിപ്പിച്ചേ? അത് മാത്രമല്ല ലൈഫ് സേവിംഗ് സ്കില്ലായ CPR ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനം വീഡിയോയിലൂടെയും പാമ്പുകടിയുമായി ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ ആന്റിവനം കുത്തിവെക്കുന്ന പ്രാധാന്യം, ആന്റിവനം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും വീഡിയോ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൈഫ് സേവിംഗ്സ് പ്രാധാന്യം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ കളിക്കാൻ പോണ്ട, പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കൂ. അമ്മ അവൻ കളിക്കാൻ പൊക്കോട്ടെ. WHO പറയുന്നത് കുട്ടികൾ മിനിമം 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്തിരിക്കണമെന്നാണ്. അതിൽ അരമണിക്കൂറിൽ കൂടുതൽ കാർഡിയോ വ്യായാമങ്ങളും പിന്നുള്ള 15 മിനിറ്റ് സ്ട്രെങ്ത് വ്യായാമവും പിന്നുള്ള സമയം സ്ട്രെച്ചിങ് വ്യായാമങ്ങളും ചെയ്യണമെന്നാണ്. ഇല്ലെങ്കിൽ വലുതാവുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മോളെ, ഈ അറിവുകളൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഈ അറിവുകളൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന സബ്ജക്ട് പഠിക്കുന്നതിലൂടെയാണ്. ഇതിന്റെ പുറമെ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം എന്നും ഈ സബ്ജക്റ്റിലൂടെ മനസ്സിലാക്കി. അല്ല, റോഡിലൂടെ എങ്ങനെ ക്രോസ് ചെയ്യണമെന്നും വാഹനം എങ്ങനെ ഓടിക്കണമെന്നും വരെ ഞങ്ങൾ മനസ്സിലാക്കി. അതിന്റെ കൂടെ ഒരാളുടെ സ്പർശനം നല്ലതാണോ ചീത്തതാണോ എന്ന് ഈ സബ്ജക്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടിക്കാലത്ത് PT പീരീഡ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വിടുക മാത്രമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് സ്വന്തം ആരോഗ്യ സംരക്ഷണം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള അറിവ്, സിവിക് സെൻസുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്ന്. എന്റെ മക്കളെ പൊതുവിദ്യാലയത്തിൽ ചേർത്തതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു.